ഞെട്ടിക്കുന്ന തെളിവുകളോ എന്നാണ് ചോദ്യം. സുജയ, ഈ തെളിവുകൾ ഞെട്ടിക്കുന്നതല്ലേ? പിന്നെ ഞെട്ടിക്കുന്ന തെളിവുകളാണ്. ഈ തെളിവുകൾ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊണ്ടുകൊടുക്കാൻ രാഹുൽ ഗാന്ധി മടിക്കുന്നത്, വൈകുന്നത്? ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്ന് പെറുക്കിയെടുത്തോളൂ എന്നതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മറുപടി. അപ്പോൾ ഞെട്ടിക്കുന്ന തെളിവുകൾ, ഒരു ആറ്റം ബോംബ് പൊട്ടിക്കുന്നു, അതിന്റെ ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് എന്നാണ് KC വേണുഗോപാൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹവും ഇതിനെ വിശേഷിപ്പിച്ചത്. ഇതൊരു സാമ്പിൾ മാത്രമാണ്. അപ്പോൾ സാമ്പിൾ വെടിക്കെട്ടിന് പിന്നാലെ പൂരം വെടിക്കെട്ട് നടത്താനിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. അപ്പോൾ ഇത് ഇത്രയും ഞെട്ടിക്കുന്ന, അതായത് ഈ പുറത്തു വന്ന വിവരങ്ങൾ അത് അത്രയും സ്ഫോടനാത്മകമായ വിവരങ്ങളാകുമ്പോൾ അതിന്റെ രേഖകളടക്കം സബ്മിറ്റ് ചെയ്യുകയും ഇക്കാര്യത്തിൽ ഇപ്പോൾ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷനും മഹാരാഷ്ട്ര ചീഫ് ഇലക്ടറൽ ഓഫീസും രാഹുൽ ഗാന്ധിക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി എന്താണെന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങാം. ഇതിൽ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരിക്കുന്നത്, യു ആർ കൈൻഡ്ലി റിക്വസ്റ്റഡ് ടു സൈൻ ആൻഡ് റിട്ടേൺ ദ എൻക്ലോസ്ഡ് ഡിക്ലറേഷൻ ഓർ ഓത്ത് അണ്ടർ റൂൾ 20/3B of the registration of electors rules 1960 along with the name of such electors so that necessary proceedings can be initiated. ഇത് കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർ കൊടുത്ത മറുപടിയാണ്. ഇതിനാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, എൻ്റെ തെളിവുകളൊക്കെ ഞാൻ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതെൻ്റെ ഓത്തായിട്ട് എടുക്കണം. അങ്ങനെയല്ല പ്രതിപക്ഷ നേതാവേ എന്നതാണ് അദ്ദേഹത്തിനോടുള്ള മറുപടി. കാരണം രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമ വ്യവസ്ഥയുണ്ട്, നീതിന്യായ വ്യവസ്ഥയുണ്ട്, ഹൈക്കോടതിയാണ് സമീപിക്കേണ്ടത്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറലായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല, ഞാൻ വാർത്താ സമ്മേളനം നടത്തും, അവിടെ വന്ന് നിങ്ങൾ വേണമെങ്കിൽ അത് തെളിവായിട്ട് അങ്ങ് എടുത്തോളൂ എന്ന മട്ടിലുള്ള ഒരു പ്രതികരണമാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. ആ രീതിയിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ 2024 നടന്ന 2024 ഫലം വന്ന തെരഞ്ഞെടുപ്പാണ്. ആ ഫലം വന്നതിന് ശേഷം കൃത്യം ഒരു വർഷത്തിന് ശേഷമാണ് ഈ ഐസ്ബർഗ് അല്ലെങ്കിൽ ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് അല്ലെങ്കിൽ ആറ്റം ബോംബ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിപ്പോൾ പുറത്തുവിടുന്നത്. ഒരു വർഷത്തിനിപ്പുറമാണ്. അപ്പോൾ ഈ പരാതികൾ നൽകുന്നതിനുള്ള വിൻഡോ പീരീഡ് അടക്കമുണ്ട്. ആ വിൻഡോ പീരീഡ് അടക്കം കടന്നിരിക്കുന്നു അല്ലെങ്കിൽ കഴിഞ്ഞിരിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി അറിയാം. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം ഞാൻ പഠിക്കുകയായിരുന്നു, ഇത്രയും വർഷമെടുത്ത് ഞാൻ പഠിച്ച്, ഞങ്ങൾ 35-40 പേർ ഇരുന്ന് 7 അടി ഉയരത്തിലുള്ള ഒരു കടലാസ് കെട്ട് മുഴുവൻ ഞങ്ങൾ പരിശോധിച്ചു. ആ പരിശോധിച്ച കടലാസ് കെട്ടുകൾ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ആൻറ്റി ഇൻകംബൻസിക്ക് ഒരു മാജിക്കൽ ഇമ്മ്യൂൺ കിട്ടിയത്, അതേക്കുറിച്ചൊക്കെയാണ് ചോദിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇരിക്കുന്നത്. അപ്പോൾ കൃത്യമായ തെളിവുകളാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്, പാർട്ടിക്ക് ബോധ്യമുണ്ട് എങ്കിൽ ഞാൻ അദ്ദേഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ട് ഈ കൃത്യമായി എന്താണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇലക്ടേഴ്സ് റൂൾ, രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടേഴ്സ് റൂൾസ്, അത് ലംഘിക്കപ്പെട്ടു എന്നുള്ളതിന്റെ എവിഡൻസ് ആണല്ലോ അദ്ദേഹം ഇന്ന് പുറത്തുവിട്ടത്. ആ രേഖകൾ കൃത്യമായി അദ്ദേഹത്തിന് സബ്മിറ്റ് ചെയ്യാം. ആ സബ്മിറ്റ് ചെയ്യാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് കർണാടകയിൽ? ഇനി അടുത്തത് മഹാരാഷ്ട്ര ഇലക്ടറൽ ഓഫീസ്, ചീഫ് ഇലക്ടറൽ ഓഫീസും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, എ സൈൻഡ് ഡിക്ലറേഷൻ ആൻഡ് ഓത്ത് അണ്ടർ റൂൾ 23B ഓഫ് ദ രജിസ്ട്രേഷൻ. ഇത് തന്നെയാണ്. രണ്ടിടത്താണ്, 2 സംസ്ഥാനങ്ങളിലാണ്. അപ്പോൾ രണ്ടിടങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി ഇതിൽ റിപ്ലൈ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ആ തെളിവുകൾ തരൂ എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ തെളിവ് കൊടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറല്ല. അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് വാർത്തയായാൽ മതി അദ്ദേഹത്തിന്, അല്ലാതെ ഇക്കാര്യത്തിൽ ഒരു നടപടിയാകാനായിട്ടൊന്നും വലിയ താല്പര്യമൊന്നും രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നടപടിയാകണം എന്നുണ്ടെങ്കിൽ കൃത്യമായി തെളിവുകൾ കൊടുക്കണം. ഈ ഓരോ തവണയും ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഇങ്ങനെ ഓരോ വെടിപൊട്ടിക്കുമ്പോൾ അപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചിട്ടുണ്ട്, നിങ്ങൾ പരാതിയായി അല്ലെങ്കിൽ നിങ്ങൾ അതിലൊരു ഡിക്ലറേഷനായി നൽകൂ എന്ന് പറയുന്നുണ്ട്. കാരണം ഇവിടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഇലക്ഷൻസ് കൊറിയോഗ്രാഫ് ചെയ്തു, അല്ലെങ്കിൽ ഇലക്ഷൻസിൽ നിങ്ങൾ മാനിപ്പുലേഷൻ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ക്രിമിനൽ ഫ്രോഡായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. അപ്പോൾ അത്രയും വലിയ ഒരു ക്രിമിനൽ ഫ്രോഡ് നമ്മുടെ രാജ്യത്ത് നടന്നുവെങ്കിൽ, നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു ക്രിമിനൽ ഫ്രോഡ് നടന്നെങ്കിൽ അതിൽ നിന്ന് നരേന്ദ്രമോദിക്കെന്നോ അമിത്ഷായ്ക്കെന്നോ ഒരു ഇമ്മ്യൂണിറ്റിയും ഈ രാജ്യം കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യപ്പെടണം. ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുകയും വേണം. പക്ഷേ ഇവിടെ വാർത്താ സമ്മേളനം നടത്തത്തേ ഉള്ളൂ, ഞാൻ രേഖയൊന്നും കൈമാറില്ല എന്ന് പറയുന്നത് ഈ കവലച്ചട്ടമ്പിമാരൊക്കെ നിന്ന് വെല്ലുവിളിക്കുന്നത് പോലെയാണ്. അപ്പോൾ കവലച്ചട്ടമ്പിമാരെ പോലെയുള്ള ഒരു വെല്ലുവിളിയല്ല കോൺഗ്രസ് പാർട്ടിയും സമാരാധനായ ലോക്സഭാ പ്രതിപക്ഷ നേതാവും നടത്തേണ്ട കാര്യം. ഇവിടെ ഞാൻ അതിനോട് വിയോജിക്കുന്നു കേട്ടോ. വിയോജിപ്പ് താങ്കളുടെ ഊഴത്തിൽ പറയാം. താങ്കളുടെ ഊഴത്തിൽ പറയാം. ശരി, താങ്കൾ വിയോജിച്ചോളൂ, ഞാൻ എന്റെ ടേക്കിലാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം വെല്ലുവിളിച്ചത് ആ രീതിയിലാണ്. വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വെല്ലുവിളിച്ചത് ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ആ വെല്ലുവിളി നടത്തിയ രാഹുൽ ഗാന്ധി തെളിവുകൾ കൈമാറാൻ തയ്യാറല്ല എന്ന് തുടർ പ്രതികരണത്തിൽ പറയുകയാണ്. എന്തുകൊണ്ട് തെളിവുകൾ കൈമാറുന്നില്ല? അതൊരു ചോദ്യമാണ്. അത് രാജ്യം പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്ക് ആരെക്കുറിച്ചും ആരോപണം ഉന്നയിക്കാം, ആരെക്കുറിച്ച് നമുക്ക് വാർത്താ സമ്മേളനം നടത്താം. പക്ഷേ അതിൻ്റെ നിയമവ്യവസ്ഥയുമായി ചേർന്നുകൊണ്ട്, ആ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുണ്ടോ അതുമായി ചേർന്നുകൊണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരായ ആരോപണമാണ്, പക്ഷേ അവർ നിങ്ങൾ കൃത്യമായി പറഞ്ഞോളൂ, നമുക്ക് അതിൽ അന്വേഷണം നടത്താം, അതിൽ പരിശോധിക്കാം എന്ന് പറയുമ്പോൾ പരിശോധന പറ്റില്ല. ഞങ്ങൾ പരിശോധിച്ചു എന്നതിനപ്പുറം കൃത്യമായി ആ ബോഡിക്കെതിരെ ഉയർന്ന ആരോപണമാണ്. ആ ബോഡിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ ബോഡിക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകണം. അല്ലാതെ വാർത്താ സമ്മേളനത്തിൽ തെളിവുകൾ പുറത്തുവിടുക എന്നത് മാത്രമാണ്. രാഹുൽ ഗാന്ധിയുടെ തന്നെ വാക്കുകൾ
വോട്ട് ചെയ്യുകയാണെങ്കിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങൾക്കൊരു റീസൺ കൃത്യമായ ഞങ്ങൾ കൃത്യമായിട്ടൊരു ലോജിക്കൽ റീസണിംഗിൽ അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നതാണ് രാഹുൽ ഗാന്ധി ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. 5 മാസം കൊണ്ട് 5 വർഷത്തിൽ ചേർക്കുന്നതിൽ കൂടുതൽ വോട്ട് ചേർത്തു. അതൊക്കെ കൃത്യമായ തെളിവുകളോടുകൂടി പരാതിയായി മുന്നോട്ട് പോകേണ്ടതാണ്, അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. ഇക്കാര്യത്തിൽ ഞാൻ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇത്രയും തെളിവുകൾ, ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തുവിടുമ്പോൾ അത് കൃത്യമായി അന്വേഷിക്കപ്പെടുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുപോവുക കൂടി വേണം. അല്ലാതെ അവിടെ ഉപേക്ഷിച്ച് പോവുകയല്ല വേണ്ടത്. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പിൽ 65 ലക്ഷം വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ആറ്റം ബോംബും ഐസ്ബർഗും ഒക്കെ വന്നിരിക്കുന്നത് എന്നുള്ളത് ക്ലിയറായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. 1 കോടി പുതിയ വോട്ടർമാരെയൊക്കെ ചേർത്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയായിട്ട് തിരിച്ചടിയിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും 3-2 ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തിയെങ്കിൽ അതൊരു കൃത്രിമത്തിലൂടെയാണെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണമെന്നേ, അത് കൃത്യമായി അന്വേഷിക്കപ്പെടണം. അത് അന്വേഷിക്കുന്നതിലേക്ക് ഈ ആരോപണം ഉന്നയിച്ചയാൾ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാകണം. അല്ലാതെ ഞാൻ ആരോപണം ഉന്നയിക്കും, എന്റെ ആരോപണം ഇവിടെ കിടക്കും, അത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് അന്വേഷിച്ചോളൂ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡാണ് രാഹുൽ ഗാന്ധി എടുക്കുന്നത്. അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഇവിടെ കോൺഗ്രസ് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കോൺഗ്രസ് ഈ മെഷീൻ റീഡബിൾ വോട്ടർ ലിസ്റ്റ് വേണമെന്ന് പറയുന്നു, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുന്നില്ല. അതൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് എല്ലാ ജനങ്ങളൊക്കെ കൂടെ നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഈ അന്വേഷണവുമായി അല്ലെങ്കിൽ കൃത്യമായി എന്താ അത് ജനങ്ങൾ യോജിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. അത് എന്തുകൊണ്ട് കൊടുത്തില്ല? ആ കാര്യങ്ങൾ അന്വേഷിക്കപ്പെടണം. അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഞാൻ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് തന്നെയാണ് പറയുന്നത്. അല്ലാതെ എന്താ കൊടുക്കാതിരുന്നത് വെച്ചാൽ ഞാൻ കൊടുക്കാതിരുന്നത് പോലെ താങ്കൾ ഉദ്ദേശിക്കുന്ന പരാതി എടുത്ത് കൊടുത്താൽ അങ്ങനെ മതിയോ? ലോകത്തിലെ ആരെങ്കിലും, കേരളത്തിലെ ഇന്ത്യയിൽ ആരെങ്കിലും ഒക്കെ പരാതി കൊടുത്തെന്ന് വരും, അങ്ങനെയാണെങ്കിൽ അന്വേഷിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് മറുപടി പറയണം. രാഹുൽ ഗാന്ധി പറയണം, ജിമ്മി ജെയിംസിന് കൊടുക്കാം, താങ്കൾക്ക് കൊടുക്കാം. പക്ഷേ 2024 തെരഞ്ഞെടുപ്പിൽ 1 വർഷത്തിനിപ്പുറം ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുൻപാണ് നിങ്ങൾ ഈ നടത്തുന്നത് എന്നുള്ളത് അവിടെ നിൽക്കുകയാണ്. പറയട്ടെ 6 മാസം എടുത്തു, 30-40 പേർ ശ്രമിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ ഞാനും ആ വാർത്താ സമ്മേളനത്തിന്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ചർച്ചയിൽ ഇരിക്കുന്നത്, താങ്കളെ പോലെ തന്നെ. അപ്പോൾ ഇവിടെ കർണാടകയിൽ കോൺഗ്രസിന്റെ വിഷമം എന്താണ്? ഹിമാചലിൽ ജയിക്കുമ്പോൾ കോൺഗ്രസിന് സാധാരണഗതിയിൽ EVM ആയിരുന്നു കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. EVM ഈ വോട്ടെല്ലാം വിഴുങ്ങി, അതുകൊണ്ട് ഞങ്ങൾ തോറ്റു എന്നതായിരുന്നു. അത് സുപ്രീം കോടതിയിൽ പോയി തോറ്റുപോയതോടെ ആ വാദം അങ്ങെടുത്ത് അട്ടത്ത് വെച്ചു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കള്ളവോട്ട് ചെയ്യിക്കുന്നു, വോട്ടർ പട്ടിക കൃത്യമായി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ വോട്ടർമാരെ ചേർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ജയിക്കുന്ന ഇടത്തൊന്നും ഈ പ്രശ്നവുമില്ല, ഈ ജയിക്കുന്ന ഇടത്തൊന്നും ഇതൊന്നും പരിശോധിക്കുകയും വേണ്ട. തോറ്റ സ്ഥലത്ത് 1 വർഷത്തിനിപ്പുറം വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ 16 സീറ്റ് ജയിക്കുമെന്ന് ഞങ്ങളുടെ കണക്കുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഭരിക്കുമെന്നായിരുന്നല്ലോ കണക്ക്. അങ്ങനെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഈ ഇന്റേണൽ പോൾ എന്ന് പറയുന്നത് കേരളത്തിൽ 2021 നടത്തിയിരുന്നല്ലോ. എന്നിട്ട് ആരൊക്കെയാണ് മന്ത്രിസഭയിൽ വേണ്ടത് എന്നതടക്കം ഇരുന്ന് കണക്ക് കൂട്ടിയുണ്ടാക്കിയ നേതാക്കളും ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് 2021 എന്ത് സംഭവിച്ചു? LDFന് തുടർ ഭരണം നല്ല അന്തസ്സായിട്ട് കിട്ടി. പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി. അതാണ് കേരളത്തിൽ സംഭവിച്ചത്. അവിടെയും ഇതേ ഇന്റേണൽ പോൾ തന്നെയാണ്. ഇതേ ആൾക്കാരൊക്കെ, ഇതേ ആശാന്മാരൊക്കെ തന്നെ ഇരുന്നാണ് ഈ ഇന്റേണൽ പോൾ നടത്തിയത്. ഇവിടെ 16 സീറ്റ്. കരുതുന്നത് എന്റെ ഭാഗം ഞാൻ പറഞ്ഞോട്ടെ, എന്റെ ഭാഗം ഞാൻ പൂർത്തിയാക്കട്ടെ. മാഡത്തിന്റെ ചോദ്യത്തിലേക്ക് അത് കഴിഞ്ഞിട്ട് വരാം. കർണാടകത്തിൽ 16 സീറ്റ് ജയിക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെ ഇന്റേണൽ പോൾ. ആ ഇന്റേണൽ പോൾ പോലെ തന്നെയുള്ള പോള് മിക്കവാറും സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട്, പലയിടങ്ങളിലും തോറ്റിട്ടുണ്ട്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞത്. ഇവിടെ 7 അപ്രതീക്ഷിത തോൽവികൾ, അതിലൊന്നാണ് ഈ ബംഗളൂരു സെൻട്രൽ. അപ്പോൾ ആ ബംഗളൂരു സെൻട്രൽ തെരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം അതാണ്. ബാംഗ്ലൂർ സെൻട്രൽ ജയിച്ചത് 32,707 വോട്ടിനാണ്. അപ്പോൾ PC മോഹനന്റെ ആ ജയത്തിനെതിരെ എന്തുകൊണ്ടാണ് ഒരു പരാതിയുമായി മുന്നോട്ട് പോകാതിരുന്നത്? ഒരു പരാതിയുമായി മുന്നോട്ട് പോയില്ലല്ലോ. അപ്പോൾ എതിർ സ്ഥാനാർത്ഥിക്ക് അവിടെ ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു. 6.5 ലക്ഷം വോട്ടുള്ള മണ്ഡലമാണ്, അവിടെ കോൺഗ്രസ് ജയിക്കേണ്ട മണ്ഡലമാണ്. 7-ൽ 6 സീറ്റിലും കോൺഗ്രസിന് ലീഡ് കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കണക്കുകൂട്ടലുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള വോട്ടർ പട്ടിക ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കുന്നതോ? അതിനൊക്കെ മുമ്പ് തന്നെ ഒരു പരാതി നൽകാമല്ലോ. ധുലയിൽ BJP സ്ഥാനാർത്ഥി തോറ്റപ്പോൾ BJP സ്ഥാനാർത്ഥി പരാതിയുമായി പോയി കോടതിയിൽ പരാജയപ്പെട്ടു. ഇതുപോലെ ഇവിടെ കോടതിയിൽ പോകാമായിരുന്നല്ലോ. ധുലയിൽ BJP സ്ഥാനാർത്ഥി തോറ്റത് 3731 വോട്ടിനാണ്. അവിടെ അവർക്ക് അതിൽ പരാതി ഉണ്ടായിരുന്നു. അത് മരിച്ചുപോയ ആളുകൾ വരെ വന്ന് വോട്ട് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളുമായി പോയി. പക്ഷേ കോടതിയിൽ ചെന്നപ്പോഴേക്കും തിരിച്ചടിയുണ്ടായി. പക്ഷേ ഇവിടെ കോടതിയിലേക്ക് പോകുന്നില്ല. ഈ 32,707 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ, BJP ജയിച്ച മണ്ഡലത്തിൽ ഒരു പരാതിയുമായും കോടതിയിലേക്ക് പോകുന്നില്ല. 4 ബൂത്തുകളിൽ ഒരേ ആളുടെ പേര്, ഇതൊക്കെ ബൂത്ത് ഏജന്റുമാരൊക്കെ ഉള്ളതാണല്ലോ. ഈ കാര്യങ്ങളൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല. പറയട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. ഇവിടെ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. ആ വെല്ലുവിളി ഏറ്റെടുക്കണമെന്നേ. ആ വെല്ലുവിളി രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഒക്കെ ഏറ്റെടുക്കണം. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്, അവരിങ്ങോട്ട് ഇൻ റൈറ്റിംഗ് തരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കൊടുക്കണം. എന്നിട്ട്
എന്താണ് നടക്കുന്നത് നോക്കണം. അല്ലാതെ ആ ഒരു പ്രോസസ്സിനെ നിൽക്കില്ല, ഞങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ അങ്ങ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. കാരണം ഞാൻ പറയട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കടലാസ് പരിശോധിച്ചതിൽ കൃത്രിമം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ മാഡം ഇങ്ങനെ വേവലാതിപ്പെടാതെ, ഞാൻ KC വേണുഗോപാലിനെയും രാഹുൽ ഗാന്ധിയും തന്നെയാണ് ചലഞ്ച് ചെയ്യുന്നത്. ഈ കാര്യത്തിൽ കൃത്യമായ പരാതിയുമായി കൃത്യമായ രേഖകളുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകണം. അല്ലാതെ വാർത്താ സമ്മേളനം നടത്തിയാൽ പോരാ. ഇവിടെ BJPയുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണത്തെക്കുറിച്ച് മാഡം പറഞ്ഞല്ലോ, സാംബിത് പത്ര ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. കാരണം ജയിച്ച സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്റേജ് രാഹുൽ ഗാന്ധി നടത്തുകയാണ് എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ തയ്യാറാകണം. 99 സീറ്റ് 2024 നേടിയപ്പോൾ ഇവിടെ അടക്കം ആഘോഷമായിരുന്നല്ലോ, വലിയ ആഘോഷമായിരുന്നല്ലോ. അന്നേരം ഒന്നും ഒരു പരാതിയുമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് വലിയ പരാതി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ക്രെഡിബിലിറ്റി ഇല്ല. 99 സീറ്റ് കിട്ടിയ ഇടങ്ങളിൽ നല്ല ക്രെഡിബിലിറ്റിയാണ്, കിട്ടാത്ത ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ക്രെഡിബിലിറ്റി ഇല്ല. ഇവിടെ രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം കൊടുക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഇവിടെ പ്രൂഫ് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. അല്ല, തെളിവ് ഞാൻ കൊടുക്കില്ല, പ്രൂഫ് ഞാൻ കൊടുക്കില്ല, സത്യവാങ്മൂലം ഞാൻ കൊടുക്കില്ല, ഞാൻ വാർത്താ സമ്മേളനം നടത്തിയതിന് എന്റെ സത്യവാങ്മൂലമായി എടുക്കണം. അങ്ങനെയല്ല, കൃത്യമായ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ആറ്റം ബോംബാണ് എന്നുള്ളതിന്റെ തെളിവുകളൊക്കെ, ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തുവിട്ട സ്ഥിതിക്ക് അതിൽ കൃത്യമായിട്ടുള്ള പ്രോസസ്സിലേക്ക് കിടക്കാൻ, പ്രോസസ്സാണ് നടക്കേണ്ടത്. ആ പ്രോസസ്സിലേക്ക് കിടക്കാൻ തയ്യാറാകാതെ ഞാൻ ഇവിടെ നിന്ന് പറയും നിങ്ങൾ വേണമെങ്കിൽ ഇത് എടുത്തോളൂ എന്ന് പറയുന്നതൊക്കെ വെറുതെ തലക്കെട്ടുണ്ടാക്കാനായിട്ടുള്ള വെറും അഭ്യാസം മാത്രമാണ്. ദിവസം കഴിയുമ്പോൾ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണം എന്നുള്ളത് ഏത് വ്യവസ്ഥയിൽപ്പെട്ടതാണ്? 40 ദിവസം ഡിലീറ്റ് ചെയ്തു. നിങ്ങൾ അതടക്കം ക്വസ്റ്റ്യൻ ചെയ്യണമെന്നേ ഒരു തെരഞ്ഞെടുപ്പ് അല്ല. സ്മൃതി മാഡം എന്തിനാണ് എന്നോട് ഇത്രയ്ക്ക് നിങ്ങൾ ആക്രോശിക്കുന്നത്? നിങ്ങളുടെ അസഹിഷ്ണുത മുഴുവൻ എന്നോട് കാണിക്കുന്നത് എന്തിനാണ്? ഞാനിവിടെ എന്റെ പോയിന്റാണ് പറഞ്ഞത്. അല്ല, നിങ്ങളുടെ അസഹിഷ്ണുത അവിടെ വെക്കൂ. മനസ്സിലാകും. നരേന്ദ്രമോദി ജയിച്ചപ്പോൾ തുടങ്ങിയ കഴിഞ്ഞ ജൂൺ 4 തുടങ്ങിയ അസഹിഷ്ണുതയാണ്. അത് ഇനിയും തീർന്നിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്. അത് ആ മുഖത്ത് നോക്കിയാലും കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. കൃത്യമായി മനസ്സിലാവുന്നു. Meet the editors.